അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം ഇന്നാണ് നടക്കുക. ഉച്ചകഴിഞ്ഞ് 3:30 ചേന്ദമംഗലത്തെ പാലി തറവാട്ട് വീട്ടുവളപ്പിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂങ്കുന്നത്തെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ 8 മണിയോടെയായിരിക്കും പറവൂരിലേക്ക് കൊണ്ടുപോവുക. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. സൂരജ്, വളരെ അപ്രതീക്ഷിതമായാണ് ഭാവഗായകന്റെ വിടവാങ്ങൽ. സംസ്കാര ചടങ്ങുകൾ എങ്ങനെയായിരിക്കുമെന്ന്, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്? ക്രിസ്റ്റിന, ഞാനിപ്പോൾ നിൽക്കുന്നത് പൂങ്കുന്നത്തെ നിലവിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്, ജയചന്ദ്രൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഈ വീട്ടിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിയോടുകൂടി ഇവിടെ നിന്ന് മൃതദേഹം അദ്ദേഹത്തിൻ്റെ തറവാടായിട്ടുള്ള എറണാകുളം പറവൂർ ചേന്ദമംഗലത്തെ പാലിയത്ത് തറവാട്ടിലേക്ക് കൊണ്ടുപോകും. 8 മണിയോടുകൂടി ഇവിടെ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പുറപ്പെടും എന്നുള്ളതാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാവിലെ 6 മണിയാകുന്നു. ആ സമയം മുതൽ തന്നെ ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പൂങ്കുന്നം ഗ്രാമത്തെ എല്ലാം സംബന്ധിച്ച് ഏറെ അടുപ്പം പി ജയചന്ദ്രനുമായി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വൈകുന്നേരങ്ങളിൽ നടക്കാനിറങ്ങുന്ന സമയത്ത് ഈ ആളുകളുമായി പാട്ടുകൾ പാടുന്നു, പലപ്പോഴും ഈ പാട്ട് ചർച്ചകൾ നടത്തുന്നു. അങ്ങനെ ഒരു സാധാരണക്കാരുമായെല്ലാം വലിയ ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് വലിയ അടുപ്പം ഇദ്ദേഹവുമായി ഉണ്ടായിരുന്നു. ആ അടുപ്പം തന്നെയാണ് ഇന്നലെ മുതൽ ഈ മരണവാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്നവർ എല്ലാവരും തന്നെ പ്രകടിപ്പിക്കുന്നത്. ഇന്നലെ എത്തിയ പ്രമുഖരാകട്ടെ, സുജാത മോഹനൊക്കെ ഈ സങ്കടം അടക്കി പിടിക്കാതെ വലിയ വൈകാരികമായി വിങ്ങിപ്പൊട്ടുന്നതെല്ലാം നമ്മൾ ഇന്നലെ കണ്ടതാണ്. MG ശ്രീകുമാർ ആകട്ടെ, അതോടൊപ്പം തന്നെ നടൻ മമ്മൂട്ടി എത്തി. അങ്ങനെ തുടങ്ങി എത്തുന്ന ആളുകളെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായി ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം തന്നെ വലിയ ദുഃഖം തന്നെയാണ് അവരെല്ലാവരും രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് 8 മണി വരെ ആയിരിക്കും ഈ വീട്ടിൽ പൊതുദർശനം ഉണ്ടാവുക. അതിനുള്ളിൽ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ 8 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പഠിച്ച ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് 8:30 ഒരു പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു കർമ്മമണ്ഡലം എന്ന് പറയാവുന്ന ഇരിങ്ങാലക്കുടയായിരുന്നു. ജനിച്ചത് എറണാകുളത്തായിരുന്നുവെങ്കിൽ പോലും പിന്നീട് ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലൊക്കെയായിരുന്നു ഇദ്ദേഹം വിദ്യാഭ്യാസം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കുടക്കാരെ സംബന്ധിച്ച് അവിടെ ഒരു പൊതുദർശനം വേണമെന്നൊരാവശ്യം കഴിഞ്ഞ ദിവസം മുതൽ അവർ ഉന്നയിച്ചിരുന്നതാണ്. ആ ആവശ്യത്തോട് കുടുംബം അനുഭാവപൂർവ്വമായ ഒരു നിലപാട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് 8:30 ഇന്ന് രാവിലെ ഇരിങ്ങാലക്കുടയിലെ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പൊതുദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും ഈ ചേന്ദമംഗലത്തെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുക. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. തൻ്റെ സംസ്കാര ചടങ്ങുകൾ ഈ തറവാട്ട് വീട്ടിൽ നടത്തണം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് നേരത്തെ കുടുംബാംഗങ്ങളുമെല്ലാമായി പങ്കുവച്ചിരുന്നു. ഇന്നലെ അതുകൊണ്ട് സംസ്കാരം നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ അവിടെ ഈ തറവാട് വീടിനോട് ചേർന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത് ഈ സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയാത്തതിനാലാണ് ഇന്നത്തേക്ക് അത് മാറ്റിയത്. കാരണം ഇന്നലെയൊക്കെ വലിയ തിരക്കായിരുന്നു. അതുവരെ എത്തുക എന്നുള്ളത് ഈ കാണാനെത്തുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് അതുവരെ എത്തുന്നത് അസാധ്യമായതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് സംസ്കാരം മാറ്റി നിശ്ചയിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പൂങ്കുന്നത്തെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര പുറപ്പെടുക. ഏറെ വൈകാരികമായാണ് തൃശ്ശൂർ അദ്ദേഹത്തിന് വിട ചൊല്ലാൻ ഒരുങ്ങുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, യെസ്, അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്രയോ ഗാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, ഒന്നിന് പിറകെ ഒന്നായി, അല്ലേ? കാരണം പാടി വെച്ച പാട്ടുകൾ അമ്മാതിരി പാട്ടുകളാണെന്ന് പറയാം. മറ്റാർക്കും ആ രീതിയിൽ അത്രമാത്രം ഭാവപൂർണമായി പാടുക അത് സാധ്യമാണോ അറിയില്ല. കാരണം വെച്ചാൽ പാട്ടുകളിൽ ഭാവം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു ഗാനമാണെങ്കിൽ സംഗീതാത്മകമായി മ്യൂസിക്കലി നമുക്ക് അതിന് ഭാവം കൊണ്ടുവരാം. അതിലെ വാക്കുകൾ, അതിലെ സാഹിത്യത്തിന് ഭാവം കൊണ്ടുവരാം. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന ആൾ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ ചുരുക്കമാണ്. അതിലേറ്റവും അഗ്രഗണ്യനായിരുന്നു ജയേട്ടൻ എന്നുള്ളതാണ്. വാക്കുകളിൽ ഓരോ വാക്കുകൾക്കും കൊടുക്കേണ്ട എക്സ്പ്രഷൻ എന്താണെന്ന് കൃത്യമായി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതേ സമയത്ത് തന്നെ അതിൻ്റെ സംഗീതാത്മകത, അതിൻ്റെ മ്യൂസിക്കൽ വാല്യൂ ഒട്ടും ചോരാത്ത രീതിയിൽ അത് തനതായ രീതിയിൽ പാടുന്നു, തൻ്റെതായ ശൈലിയിൽ പാടുന്നു എന്നുള്ളതാണ് ജയേട്ടൻ വ്യത്യസ്തനാക്കുന്നത്. പലരും നല്ല ശബ്ദമൊക്കെ ഉള്ളവർ പാട്ട് പാടുന്നവര് പലപ്പോഴും ആ ഭാവം ഇല്ലാത്തത് കൊണ്ട് ആ പാട്ടിന് ഒരു ജീവൻ ഇല്ലാത്ത പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ പ്ലെയിൻ ആയിട്ടൊരു പാട്ട് എന്ന് തോന്നാറുണ്ട്. പക്ഷെ അദ്ദേഹം പാടുമ്പോൾ അങ്ങനെയല്ലായിരുന്നു. ഒരുപാട് പാട്ടുകളുണ്ട്. നമുക്ക് സമ്മാനിച്ചാണ് ജേട്ടൻ മടങ്ങുന്നത്. എന്താണ് പറയുക, ഫിസിക്കലി അദ്ദേഹം നമുക്കൊപ്പം ഉണ്ടാവില്ലെങ്കിൽ കൂടി പാട്ടുകൾ അത് അനശ്വരമാണല്ലോ. അത് എത്ര കാലം വേണമെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും. പുതിയ ജനറേഷനുകൾക്കൊക്കെ വലിയ പ്രചോദനമായി ജേട്ടൻ്റെ പാട്ടുകൾ എന്നും മുഴങ്ങട്ടെ.